അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മുട്ട കൊണ്ടൊരു തേങ്ങ അരച്ച കറിയാണ്. അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. അരമുറി തേങ്ങ, 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു മാങ്ങ, വേണമെങ്കിൽ ഒരു തക്കാളി കൂടി ഇടാം. 5 മുട്ട എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു മീൻകറി പോലെ ഞങ്ങൾ വെക്കണയാണ്. അത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ഇട്ടുക. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കണ സാധനങ്ങളാണ് ഇപ്പോൾ അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതൊരു വെറൈറ്റി, ഒരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. മീൻ കറി പോലെ ഒരു രുചി തന്നെയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ മീനിൻ്റെ അല്ല. അപ്പോൾ അത് വെച്ച് കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പോൾ കാണാം. അപ്പോൾ അരപ്പ് നമ്മളിത് ഇതിങ്ങനെ ആക്കി വെച്ചേക്കണേ. ഇനി ഇത് ഗ്യാസ് ഓണാക്കിയിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പുഴുങ്ങി വെച്ചേക്കണ മുട്ട ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ താറാമുട്ടയാണെന്നുണ്ടെങ്കിൽ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ അതാണ് അമ്മ ഇന്നത് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും കണ്ടോ എങ്ങനെയാണെന്ന്. നിസ്സാരമുള്ളൂ, ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി അരപ്പ് തിളക്കും വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി കാണാം ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കണേന്ന്. കറി തിളക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പറ്റുമ്പോൾ മുട്ട കണ്ടിച്ചിടുക. അത് കഴിഞ്ഞ് വറ്റാനാകുമ്പോൾ ഒരു ചെറുള്ളി എടുത്ത് താളിച്ച് പിന്നെ അതിലോട്ട് ഒഴിക്കാം, വേപ്പിലയിട്ട്. അതുകൊണ്ട് കറി റെഡി. ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചേർത്താൽ നല്ലതാണ്. കറി തിളച്ച് പറ്റാനായിട്ടുണ്ട്. മുട്ട ഞാൻ വരഞ്ഞ് ഇടണം. മുട്ട ഞാൻ വരഞ്ഞ് ഇട്ടിട്ടുണ്ട്. മുറിച്ചിടണമെങ്കിൽ മുറിച്ചിടാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വരഞ്ഞിട്ടാൽ ഉണ്ണി കലങ്ങൂല. മുറിച്ചിട്ടാൽ ചിലപ്പോൾ ഉണ്ണി കലങ്ങിപ്പോവും. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് തറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഉള്ളി താളിച്ച് ഇടാം. മുട്ട എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി തിളച്ചിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത്. തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ തീയൊന്ന് സിമ്മിലിടണേണ്. അപ്പോൾ ഒന്ന് പതുക്കെ ഇതൊന്ന് പറ്റട്ടെ. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ചെറുള്ളി അരിഞ്ഞ് ഞാൻ താളിക്കാനിട്ടിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു തണ്ട് വേപ്പില ഇടാൻ പോണേ. ഒരു മഞ്ഞ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഞാൻ ഉള്ളി താളിച്ചത് കറിയിലോട്ട് ഒഴിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ. 10 മിനിറ്റ് കൊണ്ട് കറി വെച്ച് കഴിഞ്ഞു. ഇത് ഉമ്മ പറഞ്ഞ പോലെ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മറ്റ് കൂട്ടുകാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അടുത്തതിന് ഇതിലും നല്ലതായിട്ട് നമുക്ക് കാണാം.
അടുത്ത വീഡിയോയിൽ കാണാം.